കെ സുധാകരൻ KPCC പ്രസിഡന്റായി ചുമതലയേറ്റു. KPCC പ്രസിഡന്റായി കെ സുധാകരൻ ചുമതലയേൽക്കാൻ വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഏറ്റവും കുറഞ്ഞത് ഒരാളെങ്കിലും ഉണ്ടായിരിക്കണം. അദ്ദേഹത്തിൻ്റെ പേര് MM ഹസൻ എന്നാണ്. എന്തുകൊണ്ടാണ് MM ഹസൻ ഉണ്ടാകണമെന്ന് പറയുന്നത്? MM ഹസൻ ആക്ടിംഗ് KPCC പ്രസിഡന്റാണ്. KPCC പ്രസിഡന്റ് കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുമതല അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ നിർവഹിക്കുന്നതിനു വേണ്ടി KCCയുടെ നിർദ്ദേശപ്രകാരം ചുമതലപ്പെടുത്തിയതാണ് MM ഹസനെ. അപ്പോൾ സ്വാഭാവികമായും KPCC പ്രസിഡന്റ് കെ സുധാകരൻ വീണ്ടും പൂർണ്ണ അധ്യക്ഷനായി ചുമതലയേറ്റെടുക്കാൻ വരുമ്പോൾ താൽക്കാലിക ചുമതലയുണ്ടായിരുന്ന MM ഹസൻ അവിടെ ഉണ്ടാകണമായിരുന്നു. MM ഹസൻ വിവരങ്ങൾ KPCC പ്രസിഡന്റിനെ ധരിപ്പിക്കണമായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ പ്രവർത്തനം എന്താണ്, കഴിഞ്ഞ അവലോകന യോഗത്തിൽ എടുത്ത തീരുമാനങ്ങൾ എന്താണ്, അതിൽ എത്രമാത്രം പൂർത്തീകരണമുണ്ടായി, എത്രമാത്രം മുന്നോട്ട് പോയി എന്നൊക്കെ വിശദീകരിച്ചു കൊടുത്ത് അധികാര കൈമാറ്റം എന്ന രൂപത്തിൽ കാര്യങ്ങൾ നടക്കണമായിരുന്നു. ഒന്നുമില്ലെങ്കിൽ രണ്ടുപേരും തമ്മിൽ ഒരു കൂടിയാലോചന നടക്കേണ്ടതായിരുന്നു. പക്ഷേ MM ഹസൻ ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയില്ല. MM ഹസൻ മാത്രമല്ല, കോൺഗ്രസിലെ ഒരു മുതിർന്ന നേതാവ് പോലും ഉണ്ടായിരുന്നില്ല KPCC ഓഫീസിൽ കെ സുധാകരൻ തിരിച്ചു വരുമ്പോൾ. ഉണ്ടായിരുന്നത് ഏതാനും അണികൾ മാത്രം, കെ സുധാകരൻ്റെ ഏറ്റവും അടുത്ത അനുയായികൾ മാത്രം. ഒരു DCC ഭാരവാഹി പോലും ഉണ്ടായിരുന്നില്ല എന്നത് ഓർക്കുമ്പോഴാണ് കെ സുധാകരൻ കോൺഗ്രസിൽ എത്രമാത്രം ഒറ്റപ്പെട്ടു എന്ന് വ്യക്തമാകുന്നത്. കെ സുധാകരനോട് AICC പറഞ്ഞതാണ് വോട്ടെടുപ്പിന്റെ ഫലം വരട്ടെ, അതുവരെ കാത്തിരിക്കൂ എന്ന്. എന്നാൽ സ്വീകരിക്കാൻ കെ സുധാകരൻ തയ്യാറായില്ല. അങ്ങനെ എന്നെ അവഗണിക്കുകയാണ് എങ്കിൽ, എന്നെ മാറ്റി നിർത്തുകയാണ് എങ്കിൽ ഞാൻ കടുത്ത തീരുമാനത്തിലേക്ക് പോകും, പരസ്യ പ്രതികരണത്തിലേക്ക് പോകും എന്ന ഭീഷണി AICCക്ക് മുന്നിൽ കെ സുധാകരൻ വെച്ചു. കെ സുധാകരന്റെ ഭീഷണി എന്തായിരിക്കും എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം പറയാൻ സാധ്യതയുള്ളത് ഞാൻ കോൺഗ്രസ് വിടും, ഞാൻ പരസ്യ പ്രതികരണത്തിലേക്ക് പോകും എന്നാണ്. കോൺഗ്രസ് വിട്ട് പുറത്തേക്ക് പോകും എന്ന് പറഞ്ഞാൽ അദ്ദേഹം എങ്ങോട്ടാണ് യാത്ര ചെയ്യുക എന്ന് എല്ലാവർക്കും അറിയാം. അത് അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോകാൻ എനിക്ക് ആരുടെയും അനുവാദം വേണ്ട, എനിക്ക് തോന്നുമ്പോൾ ഞാൻ BJPയിലേക്ക് പോകും എന്ന് പറഞ്ഞ KPCC പ്രസിഡന്റാണ്, ഒരേയൊരു KPCC പ്രസിഡന്റാണ് കെ സുധാകരൻ. അതുകൊണ്ട് ഈ ചുമതല ഏൽക്കുന്നത് തടഞ്ഞാൽ സ്വാഭാവികമായും കെ സുധാകരൻ ചെയ്യുക കോൺഗ്രസ് വിടുക, BJPയിലേക്ക് പോവുക എന്നതായിരിക്കും. അതുകൊണ്ട് AICC നേതൃത്വം കെ സുധാകരന് ചുമതലയേൽക്കാൻ അനുമതി നൽകി എന്നതാണ് വാർത്ത. വിരട്ടി, പേടിപ്പിച്ച്, ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ നേടുക എന്നതാണ് എല്ലാ കാലത്തും കെ സുധാകരന്റെ രീതി. കെ സുധാകരൻ അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. കോൺഗ്രസിൽ അദ്ദേഹം ഓരോ പടി മുകളിലേക്ക് കയറിയത് കോൺഗ്രസിനകത്തു തന്നെയുള്ള എതിരാളികളെ ഭീഷണിപ്പെടുത്തിയിട്ടാണ്. എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കണ്ണൂർ രാഷ്ട്രീയത്തിൽ എടുത്തു കാണിക്കാൻ കഴിയും. അതുതന്നെയാണ് അദ്ദേഹം ഇവിടെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് അദ്ദേഹം KPCC പ്രസിഡന്റിന്റെ കസേരയിൽ ഇരുന്നു കൊണ്ടും ചെയ്യുന്നത് എന്ന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ പറയുന്നു. KPCC ഓഫീസിലേക്ക് ഇപ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ചെല്ലാറേയില്ല എന്നാണ് അറിയുന്നത്. കാരണം അവിടെയും ഭീഷണിയുടെ സ്വരം തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്ന്. ഭീഷണിപ്പെടുത്തുന്ന ശബ്ദം മാത്രമേ അവിടുന്ന് കേൾക്കുന്നുള്ളൂ എന്ന്. ഇതാണ് ഇപ്പോൾ KPCC നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം KPCC പ്രസിഡന്റായി, കെ സുധാകരൻ KPCC പ്രസിഡന്റായി വീണ്ടും ചുമതലയേൽക്കുന്നതും ഭീഷണിപ്പെടുത്തി തന്നെയാണ് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. പക്ഷേ ഒരൊറ്റ നേതാവ് പോലും അദ്ദേഹത്തോടൊപ്പമില്ല. കോൺഗ്രസിൽ നിന്ന് അദ്ദേഹം പരിപൂർണമായും ഒറ്റപ്പെട്ടിരിക്കുന്നു. ഒരു നേതാവ് പോലും അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്തിയില്ല എന്ന് വെച്ചാൽ അദ്ദേഹം എത്രമാത്രം കോൺഗ്രസിൽ നിന്ന് ഒറ്റപ്പെട്ടു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് KPCC ഓഫീസിലെ അദ്ദേഹം ഇന്ന് ഏറ്റെടുത്ത ആ ദൃശ്യങ്ങൾ. മാധ്യമങ്ങളൊക്കെ ദൃശ്യങ്ങൾ നൽകുന്നുണ്ട്. ഏതാനും അണികൾ മാത്രമാണ് അദ്ദേഹത്തോടൊപ്പമുള്ളത്. എല്ലാ കാലത്തും അദ്ദേഹത്തോടൊപ്പമുള്ള ഏതാനും അണികൾ മാത്രമാണ് അദ്ദേഹത്തോടൊപ്പമുള്ളത്. ബാക്കി എല്ലാവരും അദ്ദേഹത്തെ ഒഴിവാക്കിയിരിക്കുന്നു, മാറ്റി നിർത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ആയുസ് എത്രമാത്രം ഈ ഇലക്ഷൻ റിസൾട്ട് വരുന്നതുവരെയുള്ളൂ. നല്ല തോൽവി കോൺഗ്രസിന് കേരളത്തിൽ ഉണ്ടാകുമെന്ന സൂചന കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇപ്പോൾ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. പ്രതീക്ഷിച്ചത്ര വിജയം നേടാൻ കഴിയുകയില്ല. 20 സീറ്റാണ് പ്രതീക്ഷിച്ചത്, അതിലേക്ക് എത്തില്ല. 10 സീറ്റിന് അപ്പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ടോ എന്ന സംശയം പോലും കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും കെ സുധാകരന്റെ സ്ഥാനം തെറിക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. കാരണം കഴിഞ്ഞ KPCCയുടെ അവലോകന യോഗത്തിൽ സീറ്റ് കുറയാൻ കാരണമാകുന്നത് കോൺഗ്രസിന്റെ സംഘടനാ പ്രശ്നം തന്നെയാണ് എന്നാണ് വിലയിരുത്തിയത്. ജയിക്കുമെന്ന കാര്യം സംശയമില്ല എന്ന് യോഗം വിലയിരുത്തുന്നു. ജയിക്കുന്നത് സർക്കാർ വിരുദ്ധ വികാരം കൊണ്ടാണ്. കേരളത്തിലെ സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയുമുള്ള വിരുദ്ധ വികാരമുണ്ട്. ആ വിരുദ്ധ വികാരം വോട്ടായി മാറും. പക്ഷേ കോൺഗ്രസിന്റെ സംഘടന നിർജീവമാണ്, താഴെ തട്ട് വരെ നിർജീവമാണ്. ആ സംഘടന നിർജീവാവസ്ഥയിലും ജയിക്കുന്നത്
ഒറ്റ കാരണം കൊണ്ടായിരിക്കും, സർക്കാർ വിരുദ്ധ വികാരം കൊണ്ടായിരിക്കും എന്നാണ് ആ യോഗം അവലോകനം ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ കെ സുധാകരന്റെ പരാജയം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവലോകന യോഗത്തിൽ. ആ അവലോകന യോഗത്തിന്റെ തീരുമാനം തന്നെ കെ സുധാകരൻ പരാജയപ്പെട്ടു എന്നാണ്. സംഘടനയെ ശക്തിപ്പെടുത്തേണ്ടത് ആരാണ്? KPCC പ്രസിഡന്റിന്റെ പ്രാഥമിക ചുമതലയാണ്. സംഘടനയെ ശക്തമാക്കുക, സംഘടനയെ പുനഃസംഘടന പൂർത്തിയാക്കുക, സംഘടനയെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക എന്നത് കെ സുധാകരന്റെ KPCC പ്രസിഡന്റിന്റെ ചുമതലയാണ്. അവിടെ അദ്ദേഹം പരാജയപ്പെട്ടു എന്നാണ് അവലോകന യോഗത്തിന്റെ തീരുമാനം. ആ യോഗത്തിന്റെ മിനിറ്റ്സിൽ അത് എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ആയുധമാക്കി വോട്ടെടുപ്പിന്റെ ഫലം വന്നാൽ അദ്ദേഹം പുറത്തേക്ക് പോകും എന്ന കാര്യം സംശയമേ ഇല്ല. കാരണം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇപ്പോൾ പൂർണ്ണമായും അദ്ദേഹത്തിന് എതിരാണ്. അദ്ദേഹത്തെ ഇത്രനാൾ പിന്തുണച്ചുകൊണ്ടിരുന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് അദ്ദേഹത്തെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്നെ കൊണ്ടുവന്നത്. അദ്ദേഹം ഇപ്പോൾ ആ പഴയ പിന്തുണ കെ സുധാകരനെ നൽകുന്നില്ല എന്ന വാർത്തകൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിലെ പ്രമുഖരായ ഒരു നേതാക്കളും A ഗ്രൂപ്പിന്റെയോ I ഗ്രൂപ്പിന്റെയോ അതല്ലെങ്കിൽ സ്വതന്ത്രരായി നിൽക്കുന്ന ഒരു നേതാക്കളും കെ സുധാകരനെ പിന്തുണയ്ക്കുന്നില്ല എന്നതാണ് ഒടുവിലത്തെ വാർത്ത. എന്തിനേറെ പറയുന്നു, അടുത്ത കാലത്ത് കോൺഗ്രസിലേക്ക് തിരിച്ചു വന്ന ചെറിയാൻ ഫിലിപ്പ് പോലും, എല്ലാ ദിവസവും രാവിലെ KPCC ഓഫീസിലെത്തുന്ന ചെറിയാൻ ഫിലിപ്പ് പോലും ഇത്തവണ KPCC ഓഫീസിലില്ല, കെ സുധാകരൻ വന്നപ്പോൾ ഇല്ല എന്നത് വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ പൂർണ്ണമായും പരിപൂർണമായും കെ സുധാകരൻ കോൺഗ്രസിൽ നിന്ന് ഒറ്റപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ KPCC പ്രസിഡന്റ് എന്ന ആയുസ് ഈ ഇലക്ഷൻ വോട്ടെടുപ്പ് വരെ മാത്രമേ ഉള്ളൂ. എല്ലാ നേതാക്കളും അദ്ദേഹത്തെ ഒഴിവാക്കിയിരിക്കുന്നു, അദ്ദേഹത്തെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ KPCC പ്രസിഡന്റായി കെ സുധാകരൻ ഇപ്പോൾ ഭീഷണിപ്പെടുത്തി ചുമതല ഏറ്റിട്ടുണ്ട് എങ്കിലും എത്ര നാൾ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. KPCC പ്രസിഡന്റായി കെ സുധാകരനെ ഇരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഇപ്പോൾ തന്നെ നേതാക്കൾ പരസ്യമായി പറയുന്നില്ല എങ്കിലും പരസ്പരം പറയുന്നുണ്ട്. സന്ദേശം AICCക്ക് കൃത്യമായും നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്വീകരിക്കാൻ ആരും ഇന്ന് KPCC ഓഫീസിൽ ഇല്ലാതിരുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കളി കൂടിയുണ്ട്. ആ രാഷ്ട്രീയ കളി എന്നത് മറ്റൊന്നുമല്ല, അത് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഒരു വൻ പരാജയം ഏറ്റുവാങ്ങിയാൽ ആ പരാജയത്തിന്റെ ഉത്തരവാദിത്വം സ്വാഭാവികമായും പൂർണ്ണമായും കെ സുധാകരന്റെ തലയിൽ കെട്ടിവെക്കാം. ഇതാണ് മറ്റു നേതാക്കൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. വിജയിച്ചാൽ കെ സുധാകരന് ആ വിജയത്തിൽ യാതൊരു പങ്കും ഉണ്ടാകില്ല. കാരണം അദ്ദേഹം ഇവിടെയില്ല, അദ്ദേഹം കണ്ണൂരിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. തോറ്റു കഴിഞ്ഞാൽ സംഘടനാ സംവിധാനത്തിന്റെ പരാജയമാണ് തോൽക്കാൻ കാരണമെന്ന് അവലോകന യോഗം ഇതിനകം തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. അത് വെച്ച് കെ സുധാകരനെതിരെ നടപടിയെടുക്കാം. ഇതാണ് ഇപ്പോഴത്തെ മറ്റു നേതാക്കളുടെ നിലപാട്. കാരണം അവർക്ക് രക്ഷപ്പെടണം, കൈ കഴുകണം. പരാജയത്തിന്റെ ഉത്തരവാദിത്വം കെ സുധാകരനിൽ കെട്ടിവെക്കാൻ നല്ലൊരു അവസരമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം ഇലക്ഷൻ രംഗത്ത് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് കെ സുധാകരനായിരുന്നില്ല. ഇലക്ഷൻ പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് അദ്ദേഹം നോമിനേഷൻ കൊടുത്തതിനു ശേഷം കെ സുധാകരൻ തിരുവനന്തപുരത്തേക്ക് വന്നിട്ടില്ല. മറ്റൊരു കാര്യത്തിലും അദ്ദേഹം ഇടപെട്ടിരുന്നില്ല. അദ്ദേഹത്തോട് ഒരു കാര്യവും അന്വേഷിച്ചിരുന്നില്ല. എല്ലാ തീരുമാനമെടുത്തത് 4 സംഘമാണ്. ആരൊക്കെ? M.M. ഹസൻ, VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ. ഈ 4 സംഘമാണ് തീരുമാനങ്ങൾ മുഴുവനും എടുത്തത്. M.M. ഹസൻ തന്നെ, ആക്ടിംഗ് പ്രസിഡന്റായ M.M. ഹസൻ തന്നെ മലയാള മനോരമയ്ക്ക് നൽകിയ ഇന്റർവ്യൂവിലൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ആലപ്പുഴയിൽ പോയി KC വേണുഗോപാലുമായി ചർച്ച ചെയ്തിട്ടാണ് തീരുമാനങ്ങൾ മുഴുവൻ എടുത്തത്. ആര്, എവിടെ, എപ്പോൾ പത്രസമ്മേളനം നടത്തണം, എന്ത് വിഷയത്തിൽ പത്രസമ്മേളനം നടത്തണം എന്നുപോലും തീരുമാനിച്ചത് ഈ 4 സംഘമാണ്. എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ മുഖ്യ ചുമതല ഈ 4 നേതാക്കളിലായിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ അവസാനം വരെ കേരളത്തിലെ കോൺഗ്രസിനെയും പ്രചാരണത്തെയും നിയന്ത്രിച്ചത് ഈ 4 നേതാക്കളായിരുന്നു. UDF-നെ നിയന്ത്രിച്ചത് ഈ 4 നേതാക്കളായിരുന്നു. അവിടെയൊന്നും കെ സുധാകരന് യാതൊരു റോളും ഉണ്ടായിരുന്നില്ല. തോൽക്കുമെന്നായപ്പോൾ ഇതാ കെ സുധാകരന്റെ തലയിലേക്ക് എല്ലാം കെട്ടിവെച്ച് അവരെല്ലാം രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് എന്ന ആരോപണം സ്വാഭാവികമായും കെ സുധാകരനും കെ സുധാകരന്റെ അണികളും മുന്നോട്ട് വെക്കും. അതുമാത്രമാണ് കെ സുധാകരന് പിടിച്ചു നിൽക്കാനുള്ള ഒരു കച്ചിത്തുരുമ്പ്. അത് എത്രത്തോളം വിജയിക്കുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാം.